നമുക്കേ സൂപ്പർ ഒരു ബദാംക ബ്യൂട്ടി ടിപ്പ് കണ്ടാലോ. അതിലേക്ക് വേണ്ടി ഒരു 7 ബദാംകായും ഒരു 2 സ്പൂണ് ചെറുപയറും കൂടി ഒരു 8 മണിക്കൂർ നേരം കുതിർക്കണം. അത് നല്ലവണ്ണം കുതിർന്നതിന് ശേഷം ബദാംകായുടെ പുറത്തുള്ള തൊലി അങ്ങ് എടുത്ത് മാറ്റിക്കളയണം. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം പച്ച മഞ്ഞളും കൂടി ചേർത്ത് കുറച്ച് പാലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പാൽ ഒരു കോട്ടൺ തുണിയിൽ മുക്കി മുഖമൊക്കെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം നല്ല രീതിയിലൊന്ന് തുണി ഉപയോഗിച്ച് മസാജ് ചെയ്ത് നല്ലവണ്ണം തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അത് കുറച്ച് സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും ടാനുകളും എല്ലാം ഇളകിപ്പോവും. ഞാൻ കുളിച്ചതിന് ശേഷമാണ് ചെയ്യണത്. ഇത് കുളിച്ചതിന് ശേഷം ചെയ്യണത് നല്ലത്. കുളിച്ച് കഴുകി കളയുന്നതിനേക്കാളും കുളിക്കുന്നതിന് ശേഷം ചെയ്യണതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഞാൻ കുളിച്ചതിന് ശേഷമാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ പാൽ ഒരുപാട് അധികം വാരി തേച്ചില്ല, കുറച്ചൊന്ന് അതിൽ തുടച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിങ്ങനെ പാക്ക് വാരി ഇട്ട് കൊടുക്കാം. കേട്ടോ, ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മളിത് ഉണങ്ങാൻ വയ്ക്കണം. 1 മണിക്കൂർ എടുത്താൽ അത് അരമണിക്കൂർ എടുക്കും. പാലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. പക്ഷെ നല്ല റിസൾട്ടാണ്, നല്ലതാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ ബാക്കി വരണത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് 2-3 ദിവസം സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് രാവിലെ അങ്ങ് എണീറ്റ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് വാരി തേച്ചുകൊണ്ട് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇത് ഉണങ്ങും. അപ്പോൾ നമുക്കിതങ്ങ് കഴുകി കളയുകയും ചെയ്യാം. ഇനി 2-3 ദിവസത്തേക്ക് ഞാൻ ഇതൊക്കെ തന്നെ ആയിരിക്കും, ഇത് തീരണവരെ ഇതിടും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ കുറച്ച് ഈ സാധനങ്ങൾ മഞ്ഞ വേണ്ട, പയറും ബദാംകായിലും കുറച്ച് ചെമ്പരത്തി ഇലയും കൂടെ ചേർത്ത് അരച്ച് തലയിൽ ഷാമ്പുവായി തേക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ചെറുപയറും ബദാമും ചെമ്പരത്തിയിലേക്ക് നല്ല ഇഫക്റ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. മുടി കൊഴിച്ചിൽ മാറും, മുടിയിലുണ്ടാകുന്ന ടാനൊക്കെ മാറിപ്പോവും, സൂപ്പർ റിസൾട്ട് കിട്ടും, മുടി തഴച്ച് വളരുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് പറയണ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാനിത് എൻ്റെ വായ്പോണിന് ചവച്ച് തിന്നുന്നുണ്ട്. കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കലക്കി കുടിക്കാമെന്നുണ്ടെങ്കിൽ അതും ഉത്തമം തന്നെ. നമ്മളൊന്ന് കാച്ചി കുടിച്ച് അതും നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം തന്നെ. അങ്ങനെ അരമണിക്കൂറായി നല്ലവണ്ണം ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്പ് ചുണ്ടിലിടാനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ കണ്ട നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇതൊക്കെ നല്ല സാധനങ്ങളാണ്, പച്ചയായ സാധനങ്ങളാണ്. നമ്മളിതെല്ലാം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളെല്ലാവരും ഇട്ടതിന് ശേഷം റിസൾട്ട് ഇടണം. നിങ്ങൾ ഇട്ടതിന് ശേഷം റിസൾട്ട് മാത്രമല്ല കേട്ടോ, എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ തോർന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമല്ലോ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ എൻ്റെ പുതിയ കഥാപ്രസംഗം നിങ്ങൾ കേൾക്കണം കേട്ടോ. കണ്ടിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു. താങ്ക് യു.